സിനുജി, ഈ ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നിരവധി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. ഈ ഗണേശ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്ന ഘോഷയാത്ര നടക്കുമ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ പിന്നീട് സേനയൊക്കെ വിന്യസിച്ച് നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ കർണാടകയിൽ നിന്നും അത്തരമൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് കർണാടകയിൽ നിരോധനാജ്ഞ വന്നിരിക്കുന്നു, സേനയെ വിന്യസിച്ചിരിക്കുന്നു. ഒരു ഘോഷയാത്രക്കിടയിൽ ഈ ഗണപതി വിഗ്രഹവും വെച്ചുകൊണ്ടുള്ള അതിൻ്റെ നിമജ്ജന ഘോഷയാത്രക്കിടയിൽ മസ്ജിദിൽ നിന്ന് ഒരു കല്ലേറുണ്ടാകുന്നു. അത് പിന്നെ സംഘർഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ ഗണേശ വിഗ്രഹം കാണുമ്പോൾ അല്ലെങ്കിൽ ഗണപതിയുടെ ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളും ഈ ഗണേശ ചതുർത്ഥിയൊക്കെ കാണുമ്പോൾ എന്താണ് ചിലരൊക്കെ ഈ അസ്വസ്ഥരാകുന്നത്? സത്യത്തിൽ ഗണപതി വിഗ്രഹം കാണുമ്പോഴല്ല, ഹൈന്ദവരുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ ഒരു വലിയ വിഭാഗത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇവിടെ കർണാടകയിൽ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന ഗണേശ വിഗ്രഹത്തിൻ്റെ നിമജ്ജനം അല്ലേ, ഈ നിമജ്ജനം ചെയ്യുന്നതിന് വലിയ അമ്പലത്തിൽ പൂജയൊക്കെ നടത്തി അവിടുന്ന് വലിയ ആഘോഷമായിട്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുതിർന്നവരും ഉൾപ്പെടെ വലിയൊരു ടീം വരുന്നു. അവർ മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുന്നില്ല, അവരുടെ ആഘോഷങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ച് വരുന്നു. ഈ സമയത്ത് ഒരു മസ്ജിദിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മുസ്ലിം യുവാക്കളും കുറച്ച് മുസ്ലിം നാമധാരികളായ ആൾക്കാരും ചെല്ലുന്നു. ഈ ഘോഷയാത്രയിൽ ചില ആൾക്കാരുമായി വാക്കേറ്റം ഉണ്ടാകുന്നു. ഒരു കാര്യവുമില്ല അല്ലേ, നമ്മളൊരു ഘോഷയാത്ര വരുമ്പോഴോ ഒരു ആഘോഷം വരുമ്പോഴോ വാഹനങ്ങളിൽ പോകുന്നവർ പോലും വഴി മാറിക്കൊടുക്കും അല്ലേ, അത് അവരുടെ ആചാരങ്ങൾ അനുസരിച്ച്. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങളെ മാനിക്കുന്നു. ഇവിടെ എന്താ, ഈ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ചെന്ന് വാക്കേറ്റം ഉണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇവർ തിരിച്ച് മസ്ജിദിലേക്ക് പോയി മസ്ജിദിൽ നിന്ന് കൂട്ടത്തോടെ കല്ലെറിയുന്നു, ചെരുപ്പെടുത്തെറിയുന്നു, കമ്പ് ഒക്കെ എടുത്തെറിയുന്നു എന്ന് പറഞ്ഞാൽ ഈ നിമജ്ജന ഘോഷയാത്ര അലങ്കോലമാക്കണം. അപ്പോൾ ഹൈന്ദവ ജനതയുടെ ഒരു ആഘോഷത്തെ അല്ലെങ്കിൽ ഒരു ആചാരത്തെ എന്തിനാണ് ഇവർ ഇത്രത്തോളം അസഹിഷ്ണുതയോടെ കാണുന്നത്? അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഏതാണ്ട് ഭൂരിപക്ഷം ഹിന്ദുക്കൾ അല്ലേ, ഹിന്ദുസ്ഥാൻ എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ അത്രത്തോളം ഹിന്ദുക്കളുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാനിക്കാറുണ്ട്, അവരെ എതിർക്കാറുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ നോർത്ത് ഇന്ത്യയിൽ ഒരിടത്ത് നിന്ന് ഈ നിമജ്ജന ഘോഷയാത്ര പോയപ്പോൾ ഇത്തരത്തിലുള്ള ഉണ്ട്. ഈ ഘോഷയാത്രയുടെ കാര്യമുണ്ട്. ഇതേപോലെ തന്നെ 2 ദിവസം മുമ്പ് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചൂടുവെള്ളം കോരി മുകളിൽ നിന്ന് താഴേക്ക് ഒഴിച്ചു. അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന ഘോഷയാത്രയുമായി പോകുന്ന ചെറിയ കുട്ടികളില്ലേ, സ്ത്രീകളില്ലേ, പ്രായമായവരില്ലേ, ഇവരുടെയൊക്കെ ദേഹത്തിൽ ചൂടുവെള്ളം വീണാലോ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉണ്ടാക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അവർ ശക്തമായൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ കർണാടകയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഈ നിമജ്ജന ഘോഷയാത്രയ്ക്ക് നേരെ ഇത്രയും അതിക്രമവും പ്രശ്നം ഉണ്ടായപ്പോൾ ഇവരെന്താ ചെയ്തേ, നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുന്നു. പോലീസുകാർ യാതൊരു ആക്ഷനും എടുക്കുന്നില്ല. അപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കുത്തിയിരിക്കുന്നു, സമരത്തിലേക്ക് പോകുന്നു. അവർ പറയുന്ന കാര്യം ഇതാണ്, ഈ കർണാടകയിൽ വേണമെങ്കിൽ ഈ കർണാടക സർക്കാരിന് ഇത് മുൻകൂട്ടി കാണാം. അതിനല്ലേ IB ഒക്കെ ഉള്ളത്, എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ ഇവരൊരു ഘോഷയാത്രയുമായി പോകുമ്പോൾ ഗണപതിയുടെ വിഗ്രഹം കാണുമ്പോൾ, മറ്റ് ഹൈന്ദവ ദൈവങ്ങളുടെ വിഗ്രഹം കാണുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണ്ടേ? അപ്പോൾ അത്തരം അസഹിഷ്ണുത പൊട്ടിയൊലിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ അവിടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ 163 പ്രകാരം നിരോധനാജ്ഞ എന്നാണ് പറയുന്നത് കർണാടകയിൽ. മാത്രമല്ല അവിടെ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു ഈ സംഘർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ. കാരണം മതവുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷമാണ്, അതുകൊണ്ട് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. അപ്പോൾ സംഘർഷം ഉണ്ടാകുമ്പോൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് സൈന്യത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രൊട്ടക്ഷൻ എടുക്കാൻ സർക്കാരുകൾ ശ്രമിക്കുമ്പോൾ ഇത്തരം എല്ലാ വിനായക ചതുർത്ഥിക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. എല്ലാ സ്ഥലത്തും ദുർഗാപൂജയ്ക്കുമൊക്കെ ഉത്തരേന്ത്യയിൽ ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ യോഗി സർക്കാർ വന്നതിന് ശേഷം അവിടെ കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഇതൊരു നേട്ടമായി കാണുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനായി ഹൈന്ദവരെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു നിലപാട് കോൺഗ്രസ് സർക്കാർ അവിടെ സ്വീകരിക്കുന്നുണ്ടോ? എല്ലാ കാലത്തും കോൺഗ്രസ് സർക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മെച്ചപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, BJPക്കെതിരെ ഹൈന്ദവർക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഞങ്ങൾക്കൊപ്പം ചേരും, അത് വോട്ട് ബാങ്കായി പരിണമിക്കും. ഇതാണ് ചിന്തിക്കുന്നത്. ഇത് തന്നെയാണ് കർണാടക സർക്കാരും ചെയ്തത്. ഇവിടെ ഒരു ഗണപതിയുടെ ഘോഷയാത്ര അല്ലെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ ആയിട്ട് കുറേ പേർ യാത്ര നടത്തുന്നു. ഇത് അവർക്കറിയാം, ഇത് എല്ലാ വർഷവും നടത്തുന്നതാണ്, പോലീസിൻ്റെ അനുമതി മേടിക്കുന്നതാണ്. ഇത് നിമജ്ജനം ചെയ്യുന്ന ഒരു പക്ഷേ കടലിലായിരിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് ഘോഷയാത്ര പോകുമ്പോൾ അത് പള്ളിയുടെ അടുത്തൂടെ പോകാം, മോസ്കിൻ്റെ അടുത്തൂടെ പോകാം, ചർച്ചിൻ്റെ അടുത്തൂടെ പോകാം, ഒക്കെ പോകാമല്ലോ. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ അത് കാണുകയും അതിനെ ആസ്വദിക്കുകയും വേണ്ടാത്തവർ വീട്ടിനകത്ത് കഥ അടച്ചിരിക്കുകയും ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ഈ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറ് നടത്തുന്നു,
ചെരുപ്പേറ് നടത്തുന്നു. അപ്പോൾ അതിനെ അലങ്കോലപ്പെടുത്തുന്നു. ആ അലങ്കോലപ്പെടുത്തിയാൽ ഇവിടുത്തെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒടുവിൽ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടി വരുന്നത്. ഈ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രസേന ഇടപെടേണ്ടി വരും. അപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം, നമ്മൾ പറയത്തില്ലേ സൂചി കൊണ്ട് എടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ട്, അതേ അവസ്ഥയല്ലേ അങ്ങനെ കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ ഇതിന് സമാനമായ സംഭവങ്ങളുണ്ടായി. അപ്പോൾ ഗുജറാത്തിലെ ഘോഷയാത്രയ്ക്ക് നേരെ ഇതുപോലെ ആക്രമണം ഉണ്ടായപ്പോൾ അവിടുത്തെ പോലീസിലെ അവിടുത്തെ ഭരണകൂടം പെട്ടെന്ന് ആക്ട് ചെയ്തു. അതോടുകൂടി ഈ പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ മാളത്തിലേക്ക് ഒളിച്ചു. അപ്പോൾ ഇവിടെ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയൊക്കെ എല്ലായ്പ്പോഴും ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നു. മുസ്ലിം സമുദായത്തിലുള്ളവരെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ചെയ്തു തരാം, വഖഫുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ടോ കോടതിയിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും, അതുപോലെ ഈ തലാക്ക് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒഴിവാക്കണം. അപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള സന്ദേശം കോൺഗ്രസ് നൽകുന്നു. എന്നിട്ട് കേരളത്തിലേക്ക് വന്നാലും ഇടതുപക്ഷവും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശബരിമലയിൽ ഹൈന്ദവരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടല്ലേ ഇടതുപക്ഷ ശബരിമലയിൽ കാണിച്ചത്? അതെ, അന്ന് ഈ പറയുന്ന കൈ ചങ്ങലയൊക്കെ പിടിച്ചല്ലോ, അതിനകത്ത് എത്ര വനിതാ മതി, അതിനകത്ത് എത്ര പർദ്ദയിട്ട ആൾക്കാരുണ്ടായിരുന്നു. തിരിച്ച് അവരുടെ ഒരു സമുദായത്തിനെതിരെ അവരുടെ ഒരു ആചാരത്തിനെതിരെ ഹിന്ദുക്കളായ സ്ത്രീകൾ ചെന്നാലോ എത്ര വലിയ കലാപം. അപ്പൊ ഇവിടെ അല്ല, അത് ചെല്ലില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷക്കാർ ഒരിക്കലും മുസ്ലിങ്ങളുടെ ആചാരത്തിനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ആചാരങ്ങളിലോ കയറി ഇടപെടില്ല. ഹിന്ദുക്കളുടെ മാത്രമാണ്. മുഖ്യമന്ത്രി തന്നെ ഒരു പ്രസംഗത്തിനിടയിൽ അമ്പലത്തിലെ പാട്ട് കേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് തന്നെ. അപ്പോൾ ഹൈന്ദവരുടെ നെഞ്ചത്ത് കയറി എന്ത് താണ്ഡവവും ആടാം, അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ ഇടതുപക്ഷവും സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വേണം. കാരണം ഇവിടുത്തെ ഹിന്ദു ജനത ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നു. അവരെന്തോടത്തു ഈ CPM-ലും കോൺഗ്രസിലും നിൽക്കുന്ന ആളുകൾ സ്വയം ഈ കാര്യങ്ങൾ തിരിച്ചറിയുകയും എന്തുകൊണ്ടാണ് ഹൈന്ദവരുടെ നെഞ്ചത്തേക്ക് കയറാൻ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ, എല്ലാവരും നമ്മൾ പറയുന്നത് കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അതിൽ കുറച്ച് പേര് എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവരുടെ ലക്ഷ്യം എന്താ? അപ്പോൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒരു ഹൈന്ദവ ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് മുസ്ലിം ഭൂരിപക്ഷമാക്കി മാറ്റണം. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ബംഗാളിലുണ്ട് കാളിപൂജ നടക്കുന്ന സമയത്ത് ഇതേ സമയത്ത് ഈ പറയുന്ന മമതാ ബാനർജി പറയും ഞാൻ എല്ലാ സഹായം ചെയ്യുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? അത് മുഴുവൻ അലങ്കോലമാക്കാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ കല്ലെറിയുന്നു, അവിടെ അലമ്പുണ്ടാക്കുന്നു, അതിൻ്റെ ഇടയ്ക്കോട്ട് വാഹനം ഇടിച്ചു കയറ്റുന്നു, അതേവരെ മർദ്ദിക്കുന്നു. അങ്ങനെ ഏത് സംസ്ഥാനത്തായാലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഹൈന്ദവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ ഇല്ലാതാക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി. എന്തിനാണ് പോയത്? അവിടെ നടന്ന ഈ പറയുന്ന ഗണേശ വിഗ്രഹത്തിലൊരു പൂജ, ആ ചടങ്ങ് നടന്നപ്പോൾ പ്രധാനമന്ത്രി പോവുകയാണ്. അപ്പോൾ ഉടനെ കുറേ പേര് പറയാണ് അങ്ങനെ പ്രധാനമന്ത്രി പോയത് ശരിയാണോ, ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ പോകാവോ? സത്യത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ പോകുന്നതല്ല പ്രശ്നം. ചീഫ് ജസ്റ്റിസ് ഈ ഗണേശ വിഗ്രഹത്തെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, ഒപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യുന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാ കാലത്തും മുസ്ലിം ഷാരൂഖ് വിനായക ചതുർത്ഥി ആശംസകൾ നേരുമ്പോൾ ഷാരൂഖ് ഖാനെതിരെയൊക്കെ ഓരോ ആളുകൾ വന്ന് ഏതെല്ലാം രീതിയിൽ നമ്മൾ കണ്ടില്ല കമന്റുകൾ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റൊരു ഹിന്ദി താരത്തിനെതിരെ, അവരുടെ പേര് ഞാൻ വിട്ടുപോയി, അവരും ഇതുപോലെ വിനായക ചതുർത്ഥിക്ക് ആശംസകൾ നേർന്നപ്പോൾ നിങ്ങൾക്ക് നാണമില്ലേ ഇത്തരത്തിൽ ആശംസകൾ നേരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെയും വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് കണ്ടു. സത്യത്തിൽ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിത്തല്ലുണ്ടാക്കുന്നത് ഹിന്ദുക്കളല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ ഹിന്ദുക്കളെന്നും ഇപ്പോൾ അത്തരത്തിലൊരു ചടങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ വലിയ രീതിയിൽ അവർ ആഘോഷിച്ചില്ലെങ്കിൽ പോലും ആ ഭാഗത്തേക്ക് അവർ മൈൻഡ് ചെയ്യാനേ പോവില്ല. അവർ അവരുടെ കാര്യം നോക്കി പോകും. കുറച്ച് പേരാണെങ്കിൽ കാരണം ഹിന്ദുക്കൾക്ക് എപ്പോഴും ഭയങ്കര സഹിഷ്ണുതയുണ്ട്. നമ്മൾ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ എല്ലാത്തിനെയും സഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഹൈന്ദവരുടെ ഒരു സഹിഷ്ണുതാ മനോഭാവത്തെ കൃത്യമായി ചൂഷണം ചെയ്യുകയാണ് ഈ മുസ്ലിങ്ങൾ. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ മുസ്ലിങ്ങളുടെ ഒരു നബിദിന റാലി നടക്കുന്നു, അല്ലെ അവരുടെ ഒരു ആഘോഷം നടക്കുന്നു, പള്ളിയിൽ ഒരു പരിപാടി നടക്കുന്നു, നമ്മൾ അവർക്ക് യാതൊരുവിധ ശല്യം ഉണ്ടാക്കുന്നില്ല. ഈവൻ പള്ളിയിൽ വാങ്ക് വിളിക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു ചടങ്ങ് നടക്കുകയാണെങ്കിൽ ആ ചടങ്ങിൽ കുറച്ച് നേരത്തേക്ക് മൈക്ക് ഓഫ് ചെയ്ത് അവരോട് യോജിക്കും. അത്തരം സഹിഷ്ണുത പോലും പുലർത്താൻ കഴിയാത്ത മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ ഇവിടെ ഗണപതിയുടെ ഒരു നിമഞ്ജന ഘോഷയാത്രയെ തകർക്കാൻ, ആ ഘോഷയാത്ര ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം അതിനെ ഒരു കലാപമാക്കി മാറ്റണം. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, കലാപം നടത്തുക. ഇതിൽ തന്നെ കുറേ വീടുകൾ തല്ലി തകർത്തു, കുറേ കടകൾ തല്ലി തകർത്തു. ഹൈന്ദവരത് ചെയ്യില്ല. അപ്പൊ ചെയ്യുന്നത് മൊത്തം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ. എന്നിട്ട് അതിന്റെ പേര് ഹൈന്ദവരല്ല, എന്നിട്ട് അതൊരു കലാപമായി കത്തിപ്പടരും. അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ കലാപങ്ങൾ ഉണ്ടാക്കി എല്ലായിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മതരാഷ്ട്രം സൃഷ്ടിക്കുമെന്ന് പറയുന്ന ആൾക്കാരുടെ മനോഭാവമുള്ളവർ വളർന്നു വരികയാണ്. ഇതിനെ നിയന്ത്രിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ്. ഇപ്പം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ് എവിടെയൊക്കെ ഭരണത്തിലുണ്ടോ അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നത്. മറ്റ് സർക്കാരുകൾ അതിനെ കൃത്യമായി നിയന്ത്രിക്കുന്നു.
ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനു മുമ്പേ ഇങ്ങനെ ചില പിന്നെ പ്രശ്നങ്ങളുണ്ട് എന്ന് മുന്നറിയിപ്പ് കിട്ടിയാൽ അതിനനുസരിച്ച് ഈ നിലപാടെടുത്താൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങൾക്ക് മുന്നറിയിപ്പൊന്നും കിട്ടിയില്ല, കേട്ടില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുന്നു. എന്നിട്ട് കലാപം ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. അപ്പോൾ കർണാടകയിലും ഗുജറാത്തിലും ഒക്കെ ഉണ്ടായത് ഏതാണ്ട് സമാന സംഭവമാണെന്ന് മനസ്സിലാകുന്നു. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. കലാപങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെയോ എവിടെ ഇരുന്ന് ശ്രമിക്കുന്നുണ്ട്. അതിന് കോൺഗ്രസ് മൗനമായിട്ടാണെങ്കിലും സമ്മതവും നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം.